പടയണി. ബഡജനങ്ങടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവിയന്നൊരു ചാരുകേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് കുഞ്ചൻ നമ്പ്യാർ പടയണിയെ പരാമർശിക്കുന്നുണ്ട്. ദീർഘകാല ചരിത്രമുള്ള ജനസമൂഹങ്ങളിൽ പലതരത്തിലുള്ള ആചാരങ്ങൾ ഉണ്ടാകും. ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ, കാവുകൾ, കളരികൾ എന്നിവ കേന്ദ്രമാക്കി അന്നം മുതൽ അരങ്ങുവരെയുള്ളവരുടെ കാര്യവിചാരം നടന്നിരുന്നു. ഇവയിൽ നാടക സ്വഭാവമുള്ള ഒരു പിടി അനുഷ്ഠാനങ്ങളുണ്ട്. മുടിയേറ്റ്, പടയണി, തെയ്യം തുടങ്ങിയവ അവയിൽ പ്രധാനമാണ്. പടയണി ഉണ്ടായതിനെപ്പറ്റി ഒരു ഐതിഹ്യമുണ്ട്. ശ്രീകൃഷ്ണന്റെ മരണശേഷം ഭൂമിയും സ്വർഗവും പാതാളവും ദാരികന്റെ നേതൃത്വത്തിൽ അസുരന്മാർ അടക്കി വാണു. ദാരികന്റെയും അനുയായികളുടെയും ഹിംസയും അധർമ്മവും സഹിക്കവയ്യാതെ വരുമ്പോൾ ശിവന്റെ ശരീരത്തിൽ നിന്നുണ്ടായ കാളി ദാരികനെ കൊല്ലുന്നു. കാളിയുടെ കലി അടങ്ങാൻ പലവിധ വഴിപാടുകളും നേർച്ചകളും നടത്തിയിട്ടും ഫലിച്ചില്ല. ഒടുവിൽ കാളിയുടെ രൂപം അഥവാ കോലം ഒരാൾ കളത്തിൽ വരച്ചു. അതുകണ്ട് കാളി പൊട്ടിച്ചിരിച്ചു. കാളിയുടെ ക്ഷോഭം അടങ്ങുകയും ചെയ്തു. ഈ വിശ്വാസത്തിൽ ദേവീക്ഷേത്രങ്ങളിൽ നടക്കുന്ന വഴിപാടായ അനുഷ്ഠാന നാടകമാണ് പടയണി. മധ്യ തിരുവിതാംകൂറിലാണ് ഇത് അരങ്ങേറി വരുന്നത്. 8, 9, 10 ദിനം നീണ്ടു നിൽക്കുന്ന ഒരു ഗ്രാമ നാടകോത്സവമാണത്. ഭൈരവി, പക്ഷി, യക്ഷി, കാലൻ, മാടൻ, മറുത, കുതിര, കുഞ്ഞുണ്ണി തുടങ്ങിയ നാനാതരം കോലങ്ങൾ എഴുതി തലയിൽ എടുത്ത് പാട്ടിൻ്റെയും മേളത്തിൻ്റെയും ചൂട്ടുകത്തിച്ചതിൻ്റെയും അകമ്പടിയോടെ തുള്ളുന്നതാണിത്. അമ്മയെ പ്രതിനിധീകരിക്കുന്ന ഭൈരവിക്കോലമാണ് പ്രധാനം. കലാപരമായ ഭംഗി കൂടുതലുള്ളത് കാലൻ കോലത്തിനാണ്. പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ ചാലിച്ച് പച്ചപ്പാളയുടെ അകത്ത് ഓരോന്നിൻ്റെയും രൂപങ്ങൾ വരയുന്നു. പച്ച, വെള്ള എന്നീ 2 വർണ്ണങ്ങൾ പാളയിൽ തന്നെ ഉണ്ട്. മഞ്ഞ, ചുമപ്പ് തുടങ്ങിയ നിറങ്ങളും കരിനിറവും പാളയിൽ എടുത്തു നിൽക്കും. തോരണമായി കുരുത്തോല ഉപയോഗിക്കും. തലയിൽ എടുത്തുപൊക്കാൻ പറ്റാത്ത വലിയ കോലങ്ങളും ഉണ്ടാവും. ഏറ്റവും വലുത് 1000 പാള കോലമാണ്. ആരാധനാമൂർത്തികൾക്കൊപ്പം പരദേശി, അതായത് പട്ടർ, അന്തോണി എന്ന വള്ളക്കാരൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അറബിക്കുതിരക്കോലം എന്നിവയും കാണും. കാക്കാരിശി നാടകത്തിലേതുപോലെ തമാശ ഉൾക്കൊള്ളുന്നവരാണ് പരദേശിയും അപ്പൂപ്പനും അമ്മൂമ്മയും. പാളയിൽ എഴുതിയ കോലങ്ങൾക്ക് വശ്യഭംഗി കൂടുതലാണ്. തപ്പ്, ചെണ്ട എന്നീ വാദ്യങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഓരോ കോലവും ചിട്ടപ്പടിയുള്ള താളത്തിൽ തുള്ളുന്നതിന് തപ്പു കൊട്ടുകയും പിൻപാട്ടുകാർ ഓരോന്നിനും പറ്റിയ പാട്ടുകൾ പാടുകയും ചെയ്യുന്നു. കളത്തിൽ തുള്ളുന്നതോടൊപ്പം കോലങ്ങൾ വീടുതോറും എഴുന്നള്ളിക്കുകയും ചെയ്യും. ഹൈന്ദവ ആചാരത്തിൽ അന്തോണി എന്ന ക്രിസ്ത്യനും മുസ്ലിം വഴിയുള്ള അറബിക്കുതിരയും അന്ന് മറുനാടനായി കരുതിയിരുന്ന തമിഴ് ബ്രാഹ്മണനുമെല്ലാം ഉൾപ്പെടുന്നത് അന്നത്തെ സമുദായ സൗഹാർദ്ദത്തിൻ്റെ തെളിവാണ്. പാട്ടിൽ കുരുവി മുതൽ വേദാന്തം വരെയുള്ള വിഷയങ്ങൾ വരും. ഇനിയുമെങ്കിൽ കേട്ടുകൊണ്ടാലും പണ്ടൊരു കാലം കുരുവി ചെയ്തൊരു സദൃശ്യമെപ്പേരും എന്നു തുടങ്ങുന്ന പാട്ടിൽ മഴക്കാലത്ത് വള്ളത്തിൽ കുരുവിയിട്ടിരുന്ന മുട്ടകൾ എടുത്തുപോയ കടലിനോട് തള്ളക്കുരുവി കലമ്പുന്നതാണ് കഥ. ഗരുഡനെ പോലെ പ്രമാണിമാർ തൻ്റെ വർഗത്തിലും ഉണ്ടെന്നും മര്യാദയ്ക്ക് മുട്ടകൾ തിരിച്ചു തരണമെന്നുമാണ് കുരുവി കടലിനോട് ആവശ്യപ്പെടുന്നത്. അഗ്നിയെ പറ്റിയുള്ള പാട്ട് വേദാന്തം പഠിപ്പിക്കുന്നത് 51 അക്ഷരമാടുന്നോരഗ്നി എന്ന മട്ടിൽ തീയിലും വെള്ളത്തിലും കെടാത്ത അഗ്നിയുടെ മഹത്വം പാടിക്കൊണ്ടാണ്. മാടനും മറുതയും ഒരുപാട് അന്തരാള യക്ഷിമാരും പടയണിയിലുണ്ട്. ഓരോന്നും ഓരോ വീട്ടുകാരുടെ നേർച്ചയാണ്. പോകുന്നേൻ പോകുന്നേനോ ഞാനോ ഞാൻ പോകുന്നേൻ, പേരാറ്റിൻ പെരുമണലേലോ ഞാനോ ഞാൻ പോകുന്നേൻ, എന്നിടങ്ങർ തോഴിമാരെ ഞാനോ ഞാൻ പോകുന്നേ, മയിലിളമേ കുയിലിളമേ ഞാനോ ഞാൻ പോകുന്നേ, ഞാൻ വളർത്തിയ കുട്ടക്കോഴി ഞാനോ ഞാൻ പോകുന്നേ, ഇട്ടുകളഞ്ഞു പോവതിനുണ്ടേ ഉള്ളിലുണ്ടൊരു ഖേദമേ, പേരാറ്റിൻ പെരുമണലേലോ ഞാനോ ഞാൻ പോകുന്നേ, പേരാറ്റിൻ പെരുമണലേലോ തേരല്ലോ കാണുന്നു, തേരിന്മേലേറിയിറങ്ങ് പോരെൻ്റെ സുന്ദരയക്ഷി. അങ്ങനെ പോകുന്നേന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് വീണ്ടും ഇങ്ങനെ പാടിപ്പോവുക. ഇവിടെ പേരാറിൻ്റെ പരാമർശം ഉള്ളതുപോലെ പരദേശിയുടെ പേച്ചിൽ വയനാട്ടിലെ പക്ഷിപാതാളം മുതലുള്ള സ്ഥലപ്പേരുകൾ പറയുന്നുമുണ്ട്. ഓതറ, കടമ്മനിട്ട, എഴുമറ്റൂർ, ചെങ്ങന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്നു പടയണിയുള്ളത്.
മണ്ണും മനുഷ്യരും ദൈവങ്ങളും ഇടകലർന്ന അനവധി ദിനങ്ങൾ കൊണ്ട് കളിച്ചു തീരുന്ന ഒരു നാടോടി നാടകമാണ് പടയണി. കോലം വരയ്ക്കുന്നതിനും തുള്ളുന്നതിനും പ്രത്യേകം ജാതിക്കോയ്മയില്ല. ഇതുപോലെ ദൈവത്താർ പോലുള്ള തെയ്യവും മുടിയേറ്റ്, പേച്ച്, കാളിയൂട്ട് എന്നിങ്ങനെ പല പേരുകളിൽ അരങ്ങേറുന്ന മുടിയേറ്റും അനുഷ്ഠാന നാടകങ്ങളാണ്. കാക്കാരിശ്ശി നാടോടി നാടകമാണെങ്കിലും അമ്പലത്തിൽ വേണമെന്ന നിർബന്ധമില്ല. ലോകപ്രശസ്ത നാടകപ്രവർത്തകരായ ഗ്രോട്ടോവ്സ്കി, ബാർബ, പീറ്റർ ബ്രൂക്ക് എന്നിവരുടെ ശ്രദ്ധയിൽ ഇവ പെട്ടിട്ടുണ്ട്. ഡി. വിനയചന്ദ്രൻ.